ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ CBSEയുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൽഫ ബീറ്റ പ്രോബ്ലം. അത് ആ റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം മോസ്റ്റ്ലി ഒരു 99% ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം ഇന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² - 7x + 3. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക. 2x² + 7x 2x² - 7x + 3. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. Find the value of 1/α plus 1/β. നമുക്ക് 1/ആൽഫയും പ്ലസ് 1/ബീറ്റയുടെ വാല്യൂവും കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഭയങ്കര ഈസി സം ആണ്. അപ്പൊ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇത് കൊടുത്തിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ax² + bx + c ഫോമിലാണുള്ളത്. ax² + bx + c ഫോമിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് കണ്ടുപിടിക്കുക. എന്നിട്ട് 1/α 1/β. ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു രണ്ട് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അറിയാവുന്ന ഫോർമുല ആൽഫ പ്ലസ് ബീറ്റ -b/a, അതേപോലെ ആൽഫ ബീറ്റ c/a. ഇതാണ് രണ്ട് ഫോർമുല. അപ്പൊ ഈ ഫോർമുലയുടെ ബേസിസിൽ വേണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കുക. ആൽഫ ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കുക. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ -b/a, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്ന് വാല്യൂസ്, ഇത് a, ഇത് b, ഇത് c. അപ്പൊ മൈനസ് ബിയുടെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് ഉണ്ടെങ്കിൽ മൈനസും ചേർത്താണ് എഴുതേണ്ടത്. ഡിവൈഡഡ് ബൈ a എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ 7/2 എന്ന് വരും. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 7/2 എന്ന് കിട്ടി. അതേപോലെ ആൽഫ ബീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. ആൽഫ ബീറ്റ c/a. സിയുടെ വാല്യൂ 3/2. ദാറ്റ് ഈസ് കോൾഡ് ആൽഫ ബീറ്റ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/α + 1/β ആണ്. അപ്പൊ നമ്മളൊക്കെ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എന്താ, ഇത് നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേനും ഇതൊരു ഫ്രാക്ഷൻ ഫോമിലാണ് ഉള്ളത്. അപ്പൊ ഫ്രാക്ഷൻ ഫോമിൽ എന്ത് ക്വസ്റ്റ്യൻസ് ഇപ്പൊ സമ്മ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ LCM എടുക്കുക. അപ്പൊ ഇതിന്റെ LCM എടുക്കുമ്പോഴത്തേനും ഈസിയാണ്. ഇത് രണ്ടും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും ആൽഫ ബീറ്റ വരും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഇതിനങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 × ബീറ്റ ബീറ്റ, 1 × ആൽഫ ആൽഫ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ LCM അല്ലെങ്കിൽ LCM എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ അങ്ങ് ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ ആഡ് ചെയ്തതിന് ശേഷം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. ഇനി നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് ആൽഫ. ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാലും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാലും ഒന്നല്ലേ. അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/2. ഇനി നോക്കിയാണ് ആൽഫ ബീറ്റ, ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ബീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 3/2. അപ്പൊ ഡിവിഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ വന്നാൽ നമ്മൾ താഴെയുള്ള ടേമിന്റെ റെസിപ്രോക്കൽ എടുത്തങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. താഴെയുള്ള ടേം എന്ന് പറഞ്ഞാൽ 7/2 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ, ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ. അപ്പൊ 2 മേലെ വരും, 3 കീഴെ വരും. ഓക്കെ, 2 വിൽ ബി ക്യാൻസൽ. ആൻസർ ഈസ് 7/3. നമുക്ക് ആൻസറും കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ്. ഇതിപ്പോ 1/α 1/β ആണ് മോഡൽ. നിങ്ങൾക്ക് α² + β² ഒക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ പറയും. ആ ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.